എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓൾറെഡി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ടൈം ടേബിൾ എല്ലാം വന്നു കഴിഞ്ഞു. ഇയർലി ട്വൈസ് ആണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ഏകദേശം ജൂൺ ജൂലൈയിലും മറ്റൊന്ന് ഡിസംബർ ജാനുവരി ഈ ഒരു സമയത്തുമാണ് ഇയർലി 2 ടൈംസ് എക്സാം നടത്തുന്നത്. മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്നും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഫസ്റ്റ് സെമസ്റ്റർ ഒരു ടൈമിൽ നടത്തും, സെക്കൻഡ് സെമസ്റ്റർ ഒരു ടൈമിൽ നടത്തും, തേർഡ് സെമസ്റ്റർ, അങ്ങനെ ഈച്ച് സെമസ്റ്റർ വേരിയേഷൻ ആയിട്ടുള്ള വേരിയേഷൻ്റെ ടൈമുകളിലാണ് എക്സാം നടത്തുന്നത്. എന്നാൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല, 2 ടൈമിൽ മാത്രം ഇയർലി എക്സാം നടത്തുന്നു. സോ ഈ 2 ടൈമിലും എല്ലാ സെമസ്റ്ററുകാർക്കും സപ്ലി എക്സാംസ് ആയാലും റെഗുലർ എക്സാംസ് ആയാലും നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗിന് ചേർന്ന് ആദ്യം നിങ്ങൾ എഴുതാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എക്സാം ആണ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം. ഇതിൽ 2 ദിവസമാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഈ പ്രാവശ്യത്തെ എക്സാം എന്ന് പറയുന്നത് ജൂലൈ 7 അനാട്ടമി ആൻഡ് ഫിസിയോളജി ഒരു സിംഗിൾ എക്സാം ആയിട്ടും, രണ്ടാമത്തത് ജൂലൈ 9 രണ്ടാമത്തെ എക്സാം സോഷ്യോളജി ആൻഡ് സൈക്കോളജിയാണ്. ഇത് കൂടാതെ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1 ഫസ്റ്റ് സെമസ്റ്ററിൽ. പക്ഷെ അതിനിവിടെ എക്സാം ഇല്ല. പകരം അതിന്റെ ബാലൻസ് പോർഷൻസ് കൂടെ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ട് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 2 പഠിച്ചിട്ട് അവിടെയാണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. കുറേ പേരൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. റിവിഷൻ ടൈം ആയിരിക്കും. എന്നാൽ പോലും ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടാകും. കുറച്ച് പേരല്ല, കുറേ അധികം പേര് തന്നെ ഇനിയും പ്രിപ്പയർ ആയിട്ടില്ലാത്തവരും കോൺഫിഡൻ്റ് അല്ലാത്തവരും എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷനോടെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ, പ്രിപ്പയർ ചെയ്തവർക്കും ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന RGHSന്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഏത് പാറ്റേണിലാണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്, എന്തൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ആ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകളാണ്. പല വീഡിയോസിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ഒരു കമൻ്റാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ. ഇത് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ ഒരുപാട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊക്കെ പോയി കാണുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് ഇയർ നടന്ന, അതായത് 2026, അതായത് ഈ വർഷം ആദ്യ കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ ഡിസംബർ ജാനുവരി സമയത്ത് നടന്ന എക്സാമിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ എക്സാമിനായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ക്ലാസ് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉപയോഗമാകുന്നു, നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു എക്സാം അത് എന്താണെന്ന് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണത് ഒന്ന് നേരിടേണ്ടത് എന്നുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓരോ ദിവസത്തെ എക്സാം, 2 ദിവസത്തെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഓരോ ദിവസത്തെ എക്സാമിനും 75 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അതിൽ A പാർട്ടും B പാർട്ടും ഉണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രമേ, എല്ലാ സെമസ്റ്ററിലും ഇതുപോലെ A പാർട്ടും B പാർട്ടും ക്വസ്റ്റ്യൻസ് കാണത്തില്ല. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 2 സബ്ജക്ട്സ് ചേർത്തിട്ടാണ് ഒരു സിംഗിൾ എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് A പാർട്ടും ഉണ്ടാകും, B പാർട്ടും ഉണ്ടാകും. A പാർട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസത്തെ എക്സാമിൻ്റെ അനാട്ടമി എന്നുള്ളത് A പാർട്ടും, B പാർട്ട് ഫിസിയോളജിയുമാണ്. ചുരുക്കം, അപ്പോൾ നിങ്ങൾ ഈ ഒരു 6 മാസത്തോളം പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്. ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് അവർ ബോഡി ഓർഗൻസ്. ഹ്യൂമൻ അനാട്ടമിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലുള്ള പാർട്സുകളും അതിൻ്റെ രൂപത്തിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് അപ്ലൈഡ് അനാട്ടമി അല്ലെങ്കിൽ അനാട്ടമി എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ പോരാ, ഈ ഓരോ ഓർഗൻസിനകത്തും എന്തൊക്കെയാണ് പ്രോസസ്സുകൾ നടക്കുന്നത് എന്നും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രക്ചറലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും, ഈ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫങ്ഷണലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. ആസ് എ നേഴ്സ് നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് മെഡിസിൻസ് കൊടുക്കുക മാത്രമല്ല, ഓരോ ചേഞ്ചസും ഓരോ ഡയഗ്നോസിസും ഓരോ സ്റ്റെപ്സിലും നമ്മുടെ റോള് ഉണ്ട്. സോ ഇറ്റ് ഇസ്
very necessary to learn anatomy and physiology detailing. So anatomy എന്നുള്ള A പാർട്ടിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള പല ഓർഗൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. B പാർട്ടിൽ ഫിസിയോളജി. അപ്പോൾ A പാർട്ടിന് എത്ര മാർക്കാണ്? ടോട്ടലി 75 മാർക്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ 37 മാർക്സ് 37 മാർക്സിനും നിങ്ങളുടെ അനാട്ടമിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ബാക്കി 38 മാർക്സിന് ഫിസിയോളജി എന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ടോട്ടലി ഈ ഒരു 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 3 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ സമയം. ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്. നമുക്ക് അത്രത്തോളം ഒരുപാടൊന്നും എഴുതാനില്ല. ഈ 3 മണിക്കൂർ എഴുതാനുള്ള കണ്ടന്റ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ടെൻഷൻ കാരണവും നിങ്ങൾ അവിടെ പിക്ചറൊക്കെ വരയ്ക്കാൻ എടുക്കുന്ന സമയമൊക്കെ കാരണമാണ് ഈ 3 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. എന്നാൽ നിങ്ങൾ ഈ പിക്ചറൊക്കെ ഓൾറെഡി വരച്ച് പ്രാക്ടീസ് ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ 3 മണിക്കൂർ അധിക സമയമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സാരില്ല, അത് പോട്ടെ. നിങ്ങൾക്ക് 3 മണിക്കൂറോടെ ധാരാളം സമയം നിങ്ങൾക്ക് ഈ 75 മാർക്കിന് എഴുതാൻ തരുന്നുണ്ട്. അതായത് 1 മണിക്കൂറിന് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളിവിടെ ആൻസർ ചെയ്യേണ്ടത് വരുന്നുള്ളൂ. ഇനി അടുത്തൊരു ഡൗട്ട് കുട്ടികൾ ചോദിക്കുന്നതാണ്, എത്ര എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്? അതായത് നമുക്ക് അനാട്ടമിയിൽ 10 യൂണിറ്റുകളാണ് പഠിക്കുന്നത്. ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 9 ഓർഗൻ സിസ്റ്റംസ് ആയിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, റീനൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം, മസ്കുലോസ്കെലറ്റൻ സിസ്റ്റം, ഇങ്ങനെ അതുപോലെ സെൻസറി ഓർഗൻസ്, അങ്ങനെ 9 സിസ്റ്റംസ് നമുക്ക് അനാട്ടമിയിൽ വരുന്നുണ്ട്. ഈ 9 സിസ്റ്റംസ് നമ്മൾ എന്തൊക്കെ ഓർഗൻസ് പഠിച്ചോ അതിനെ തന്നെ 10 സിസ്റ്റംസ് ആയിട്ട്, അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ടും കഴിഞ്ഞ്, ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫിസിയോളജിയിൽ, അത് കഴിഞ്ഞ് അടുത്തൊരു 10 യൂണിറ്റുകൾ, ടോട്ടലി 11 യൂണിറ്റുകൾ അവിടെ വരുന്നുണ്ട് ഫിസിയോളജിയിൽ. ഈ 11 യൂണിറ്റുകളിൽ നമ്മൾ എന്താണോ അനാട്ടമിയിൽ പഠിച്ച ഓർഗൻസ്, ആ ഓരോ ഓർഗൻസിനകത്ത് നടക്കുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സുകളെ കുറിച്ച് ഫിസിയോളജിയിൽ നമ്മൾ പഠിക്കും. സിമ്പിളായിട്ടൊന്ന് പറയാം, അനാട്ടമി ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനും എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. നമ്മൾ ആ ഒരു സിസ്റ്റം, ഓരോ സിസ്റ്റംസ് എടുക്കുമ്പോഴും നമുക്ക് അതിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് 5 മാർക്ക്, ഏതൊക്കെ 2 മാർക്ക് എന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും ഇഫ് യു റെഫേർഡ് ഡീറ്റെയിലി. നിങ്ങളവിടെ തറവായിട്ട് ഓരോ ടോപ്പിക്സും പഠിച്ചു, നിങ്ങളവിടെ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 10 മാർക്ക് ക്വസ്റ്റ്യൻ, ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ട് ഐഡിയ ഇല്ല എങ്കിൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ പറയാം. റെസ്പിറേറ്ററി സിസ്റ്റം നിങ്ങളവിടെ പഠിക്കുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നോസ്, നാസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, പിന്നെ നമ്മുടെ ലങ്സ്, ഡയഫ്രം, ലങ്സിനുള്ള ഓരോ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം നമ്മളവിടെ പഠിച്ചു. അപ്പോൾ നമ്മളവിടെ കണക്കാക്കുന്നൊരു തിയറി ഉണ്ട്. അതായത് ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നും 10 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ലങ്സ് ആണ്. ലങ്സ് തന്നെ അനാട്ടമി ഓഫ് ലങ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് അത് മാത്രം വെച്ചിട്ട് ലങ്സ് വെച്ചിട്ട് 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രക്കിയ ഒരുപാട് തവണയൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും 1-2 തവണയൊക്കെ ചോദിച്ചിട്ടുള്ള 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ട്രക്കിയ. എന്നാൽ ട്രക്കിയ 5 മാർക്കിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നാസൽ ക്യാവിറ്റി 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ലാറ്ററൽ വാൾ ഓഫ് ദ നോസ് എന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ലാരിങ്സ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡയഫ്രം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ പാർട്ടുകളും നമുക്ക് 5 മാർക്കിനാണോ 10 മാർക്കിനാണോ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം ആ ഒരു ചാപ്റ്ററിൽ സ്പെൻഡ് ചെയ്യേണ്ടി പറ്റത്തില്ല. അതായത് നിങ്ങൾ നേരിടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി കണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഈസി ആകത്തില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും പഠിച്ചു തീർക്കാൻ പറ്റും അല്ലേ? അത് തന്നെയാണ് പറയുന്നത്. അതായത് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് മനസ്സിലാക്കി അതിൽ വെച്ച് പഠിക്കുക. സോ യു ക്യാൻ സ്റ്റഡി ഈസിലി. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഇന്നിവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ്റെ അനാട്ടമി പാർട്ട് മാത്രമാണ്. അതായത് നിങ്ങളുടെ പാർട്ട് എയുടെ 37 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെയും എല്ലാ ഓർഗൻസിൻ്റെയും ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ്സസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്കറിയാം നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 7th സെമസ്റ്റർ വരെയുള്ള സ്റ്റുഡൻസിന്, BSc നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ട എല്ലാ സിലബസ് ബേസ്ഡ് ക്ലാസ്സസും, മലയാളത്തിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സസും അതിനൊപ്പം റെഫർ ചെയ്യാനുള്ള നോട്ട്സും, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എക്സാമിന് നേരിടാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്റർ ബേസ്ഡിലായിട്ട് തരുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്ക് MCQ പ്രാക്ടീസിന് MCQ തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ത്രൂ ഔട്ട് നിങ്ങളുടെ സെമസ്റ്റർ നിങ്ങൾക്ക് വേണ്ട ഡൗട്ട് ക്ലിയറൻസ് നൽകുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കോഴ്സ് സെപ്പറേറ്റ്ലി ഉണ്ട്. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8891127927. ഇതാണ് നമ്മുടെ ഓഫീസ് നമ്പർ. ഇതിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആയിരിക്കും. അത് കണ്ട് പഠിക്കാവുന്നതാണ്. ഇനിയും പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ, പാസ്സാകാൻ പറ്റുമോ, നല്ല മാർക്ക് കിട്ടുമോ എന്നുള്ള ഡൗട്ടുള്ള കുറേ കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം നിങ്ങൾക്ക് എക്സാം അടുത്ത മാസം ജൂലൈ 7-നും 9-നുമാണ്. ദിസ് ടൈം ഈസ് മോർ ദാൻ ഇനഫ് ടു സ്റ്റഡി ഇഫ് യു ആർ റെഡി ടു ഡു ഹാർഡ് വർക്ക്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തരുന്ന കണ്ടന്റിലൂടെ നിങ്ങൾ പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി തന്നെ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്പർ ഈ സ്ക്രീനിൽ കാണുന്നതിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. പകരം ഞാനത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. അനാട്ടമിയാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 1775 ആണ്. 1775 അനാട്ടമിയുടെ ക്വസ്റ്റ്യൻ കോഡ്. 1776 ഫിസിയോളജിയുടെ ക്വസ്റ്റ്യൻ കോഡ്. ഇപ്പോൾ അനാട്ടമി പാർട്ട് നമ്മളൊന്ന് നോക്കുന്നു. ഇവിടെ എത്ര എസ്സേ ഉണ്ടോ, അതായത് അനാട്ടമിയുടെ 10 യൂണിറ്റുകളിലായിട്ട് നമ്മൾ ഒരുപാട് എസ്സേസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്ററിലും മിനിമം 2-3 എസ്സേസ് നമുക്ക് പഠിക്കാനുണ്ട്. 10 മാർക്കിൽ ചോദിക്കാൻ ചാൻസുള്ള അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു സിംഗിൾ ലോങ് എസ്സേ ആണ്. അതായത് മാക്സിമം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെതാണ് കേട്ടോ. 10 മാർക്കിന് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരേ ഒരു എസ്സേ ആണ് അനാട്ടമിയിൽ ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടല്ലേ? കാരണം നമ്മൾ അനാട്ടമിയിൽ ഒരുപാട് എസ്സേ പഠിക്കുന്നുണ്ട്. ലങ്സ് പഠിക്കുന്നുണ്ട്, ട്രക്കിയ പഠിക്കുന്നുണ്ട്, പാങ്ക്രിയാസ് പഠിക്കുന്നുണ്ട്, ലിവർ പഠിക്കുന്നുണ്ട്, സ്റ്റൊമക്ക് പഠിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ ഗ്ലാൻഡുകൾ പഠിക്കുന്നുണ്ട്, സ്പെഷ്യൽ സെൻസറി ഓർഗൻസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എസ്സേസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്നും ഒരേ ഒരു സിംഗിൾ എസ്സേ ആണ് അവിടെ ചോദിക്കുന്നത്. ആ സിംഗിൾ എസ്സേ നിങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 10 മാർക്കിനുള്ള കണ്ടന്റ് നിങ്ങൾ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ 9 മാർക്ക് അല്ലെങ്കിൽ 9.5 മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. 10 മാർക്ക് വളരെ റയറായിട്ടുള്ള കുട്ടികൾക്ക് മാത്രം കിട്ടും. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ എത്ര നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താലും 9.5 മാർക്ക് മാത്രമാണ് തരിക മാക്സിമം. ആ 9.5 മാർക്ക് എടുക്കുക അല്ലെങ്കിൽ 9 മാർക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് ഓരോ ചാപ്റ്റേഴ്സും ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇവിടെ നോക്കൂ, ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എസ്സേ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഡിസ്ക്രൈബ് ദ ഗ്രോസ് അനാട്ടമി ഓഫ് ഹാർട്ട് ഇൻ ഡീറ്റെയിൽ വിത്ത് എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം. അതായത് അനാട്ടമിയുടെ എസ്സേ എഴുതുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇതാണ്. അനാട്ടമിയിൽ സ്ട്രക്ചറാണ് ചോദിക്കുന്നത്. സോ യു ഹാവ് ടു ഡ്രോ എ പിക്ചർ. അതായത് എന്ത് ഓർഗനാണോ അവിടെ എസ്സേക്ക് ചോദിച്ചത് അതിനെക്കുറിച്ചുള്ള 1-2 പിക്ചറുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ഇപ്പോൾ അനാട്ടമി ചോദിക്കുമ്പോൾ അനാട്ടമിയുടെ എന്തൊക്കെ പാർട്സാണ് നിങ്ങളവിടെ മെൻഷൻ ചെയ്യുന്നത് അതിനനുസൃതമായിട്ടുള്ള ഓർഗൻസ് പിക്ചർ നിങ്ങൾക്ക് അവിടെ വരയ്ക്കാം. ഹാർട്ട് ആവുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സിംഗിൾ പിക്ചർ തന്നെ വരച്ചാൽ മതിയാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എല്ലാ പാർട്സും അതിനുള്ളിൽ ലേബിൾ ചെയ്യാൻ പറ്റും. എന്നാൽ മറ്റു ചില ഓർഗൻസ് ആവുമ്പോൾ നിങ്ങൾക്ക് അവിടെ സിംഗിൾ പിക്ചറിൽ വരയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 പിക്ചറായിട്ട് വേണമെങ്കിലും വരയ്ക്കാം. ഒരിക്കലും 2 പിക്ചർ വരച്ചാലേ എസ്സേക്ക് മാർക്ക് കിട്ടൂ എന്നില്ല. ഒരു സിംഗിൾ ഒരു പിക്ചർ വരച്ചാലും നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള എല്ലാ പാർട്സും അവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ പിക്ചറാണ്. അത് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഷെയ്ഡൊക്കെ ചെയ്ത് അവിടെ സമയം എടുത്ത് വരച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റോ സ്കോറിങ്ങോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പകരം ക്ലിയർ ആയിട്ടുള്ള, കണ്ടാൽ മനസ്സിലാകുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ വരയ്ക്കുക. വൃത്തിയായിട്ട് നീറ്റായിട്ട്, ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നീറ്റായിട്ടുള്ള ലേബൽ ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രാം അവിടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ഷെയ്ഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള ഓരോ പിക്ചേഴ്സ്, ഇപ്പോൾ ഹാർട്ട് പഠിക്കുമ്പോൾ ഹാർട്ടിൻ്റെ പിക്ചർ വരച്ച് പഠിക്കുക, ലങ്സ് പഠിക്കുമ്പോൾ ലങ്സിൻ്റെ പിക്ചർ വരച്ച് പഠിക്കുക, ലിവർ പഠിക്കുമ്പോൾ ലിവറിൻ്റെ പിക്ചർ വരച്ച് പഠിക്കുക, ട്രക്കിയ പഠിക്കുമ്പോൾ ട്രക്കിയയുടെ പിക്ചർ വരച്ച് പഠിക്കുക. അങ്ങനെ വരച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നീറ്റായിട്ട് ആ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഒരു പിക്ചറും അതിനൊപ്പം ആ പിക്ചറിനെ കുറിച്ചുള്ള
അതിൻ്റെ പാർട്സ് ലേബൽ ചെയ്യുകയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് തവണ എസ്സേക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഹാർട്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, നമ്മൾ കൊടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിന്ന് മാത്രമാണ് എല്ലാ ക്വസ്റ്റ്യൻസ്, ഈവൻ MCQ പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. സോ അത് വെറുതെ പറയുന്നതല്ല, കാരണം പ്രൂഫ്, തെളിവോട് കൂടിയാണ് ഞാനത് പറയുന്നത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിന്ന് മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. സോ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാതെ പഠിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊന്ന് ചുരുക്കി എന്താണ് ഹാർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഓൾറെഡി ഡീറ്റെയിൽഡ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഹാർട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, അപ്പോൾ നിങ്ങൾ പല വ്യക്തികളും പല ബുക്കുകളിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. കോമൺ ആയിട്ട് BSc നഴ്സിംഗ് പഠിക്കുന്നവർ ചൂസ് ചെയ്യുന്ന ചില ബുക്സുകളാണ്. ഒന്ന് നമ്മുടെ റോസ് ആൻഡ് വിൽസൺ എന്ന് പറയുന്ന നല്ലൊരു ബുക്കാണ്. അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിക്കാൻ പറ്റിയ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു ബുക്കാണ് റോസ് ആൻഡ് വിൽസൺ. മറ്റൊന്ന് PR ആശാലത, അതും നല്ലൊരു ബുക്കാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടന്റുകളുള്ള ഒരു ബുക്കാണ്. ഇതും കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടേഴ്സ് ലെവലിൽ എനിക്ക് അറിയണം, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BD ചൗരസ്യ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. വളരെ നല്ലൊരു ബുക്കാണ് BD ചൗരസ്യ, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 3 ബുക്കുമാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാതെ കുട്ടികൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നിങ്ങൾ റോസ് ആൻഡ് വിൽസണോ PR ആശാലത ഇതിൽ ഏതെങ്കിലും ഒന്ന് നോക്കുക. അതിൽ നിന്നും കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ BD ചൗരസ്യ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം. ലങ്സുകൾക്കിടയിലായിട്ട് നമുക്ക് 2 ലങ്സ് ഉണ്ട്, റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങും. ഈ 2 ലങ്സുകൾക്കും ഇടയിലായിട്ട് മീഡിയാസ്റ്റീനം എന്ന് പറയുന്ന സ്പേസിൽ സ്റ്റേർണം എന്ന ബോണിന് പിൻഭാഗത്തായിട്ട് റിബ്സുകൾ കൊണ്ട് കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു ഹോളോ മസ്കുലാർ കോൺ ഷേപ്ഡ് ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് വെരി വൈറ്റൽ ഫോർ അവർ ബോഡി. നമ്മുടെ ശരീരം ഫങ്ഷൻ ചെയ്യുന്നതിനും നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഹാർട്ട്. കാരണം ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തോട്ടും ബ്ലഡ് എത്തത്തുള്ളൂ. എപ്പോഴാണോ നമ്മുടെ ബ്രെയിനിൽ ബ്ലഡ് കിട്ടാതെ ആകുന്നത് അവിടെ അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. സോ ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ ഓർഗൻ. ഇവിടെ അത്യാവശ്യം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹാർട്ട് എന്ന് പറയുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഇറ്റ്സ് എ ഹോളോ മസ്കുലർ ഓർഗൻ, പംപ്സ് ബ്ലഡ് ത്രൂ ഔട്ട് ദ സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും കണ്ടിന്യൂസ്ലി ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഒരു മസ്കുലാർ ഓർഗൻ. ബോണൊന്നും ഇല്ല അതിനകത്ത്, മസിൽ മാത്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏകദേശം സൈസ് പറയുകയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ ലോങ്ങും ഓരോരുത്തരുടെ അവരവരുടെ കൈ നമ്മളെപ്പോഴും ഫിസ്റ്റ് അല്ലെങ്കിൽ മടക്കി വെക്കുമ്പോഴുണ്ടാകുന്ന വലിപ്പം, അതാണ് അവരുടെ ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഏകദേശം പറഞ്ഞാൽ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഫ്രണ്ട് ടു ബാക്ക് വന്ന് നോക്കുമ്പോൾ 6 സെൻറ്റിമീറ്റർ നീളവും, അതുപോലെ ട്രാൻസ്വേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 8 to 9 സെൻറ്റിമീറ്റർ നീളവും, അതുപോലെ എപ്പക്സ് ടു ബേസ്, അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ എപ്പക്സ് ടു ബേസ് വരികയാണെങ്കിൽ അവിടെ 12 സെൻറ്റിമീറ്റർ നീളവുമാണ് വരുന്നത്. എന്നാൽ ഹാർട്ടിന് എത്രത്തോളം വെയിറ്റ് ഉണ്ടാകും? പുരുഷന്മാരുടെ ഹാർട്ടിനേക്കാളും സ്ത്രീകളുടെ ഹാർട്ടിന് വെയിറ്റ് കുറവാണ്. സ്ത്രീകളുടെ ഹാർട്ട് എന്ന് പറയുന്നത് വെയിറ്റ് കുറവാണ്. ഏകദേശം ഒരു 225 ഗ്രാമാണ് സ്ത്രീകളുടെ ഹാർട്ടിന് വരുന്നത്. പുരുഷന്മാർക്കാണെങ്കിൽ അത് കുറച്ച് കൂടുതലായിരിക്കും, 230 240 ഒക്കെ ആകാം. ചില പുരുഷന്മാരിൽ 310 ഗ്രാം വരെ ഹാർട്ടിന് സൈസ് പോകാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ പറയാം. ഹാർട്ട് എന്ന് പറയുന്നത് തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ ചെസ്റ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ചെസ്റ്റ് എന്ന് പറയപ്പെടുന്ന ലങ്സ് കാണപ്പെടുന്ന റിബ്സ് കാണപ്പെടുന്ന ആ ഒരു സ്പേസിനെയാണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ മീഡിയാസ്റ്റീനം എന്ന് പറയുന്ന സ്പേസ് ബിറ്റ്വീൻ ലങ്സിനിടയിലുള്ള മീഡിയാസ്റ്റീനം എന്നുള്ള സ്പേസിലാണിത് കാണപ്പെടുന്നത്. അതും ലെഫ്റ്റ് സൈഡിലോട്ടാണ്, റൈറ്റ് സൈഡിനേക്കാൾ കൂടുതലായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹാർട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ബേസ് എന്നും താഴ്ഭാഗം എപെക്സ് എന്നും പറയാറുണ്ട്. കാരണം ലങ്സിൽ മുകൾ ഭാഗം എപെക്സ് എന്നും താഴ്ഭാഗം ബേസ് എന്നും പറയുമെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഹാർട്ടിൽ എപെക്സ് താഴ്ഭാഗത്തും ബേസ് മുകൾ ഭാഗത്തുമാണ്
കാണപ്പെടുന്നത്. ഇനി അതിന്റെ പൊസിഷനും, അതായത് എപെക്സ് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് മിഡ് ലൈൻ അറ്റ് ദ ലെവൽ ഓഫ് 5th ഇന്റർകോസ്റ്റൽ സ്പേസ്. 5ാമത്തെ ഇന്റർകോസ്റ്റൽ സ്പേസിലായിട്ട് മിഡ് ലൈനിന് അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ലിറ്റിൽ ബിലോ ദ നിപ്പിൾ. ഓരോ വ്യക്തിയുടെയും ചെസ്റ്റിൽ നിപ്പിളിന് തൊട്ട് താഴെയായിട്ട് 2ാമത്തെ റിബ്സ്, അതായത് ബേസ് എക്സ്റ്റെൻഡ് ടു ദ ലെവൽ ഓഫ് ദ സെക്കൻഡ് റിബിലാണ് ബേസ് കാണപ്പെടുന്നത്. നിപ്പിളിന് തൊട്ട് താഴെയായിട്ട് എപെക്സും കാണപ്പെടുന്നു. ഇതാണ് അതിൻ്റെ പൊസിഷൻസ്. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഓർമ്മയിരിക്കുമെങ്കിൽ ഈ ഓർഗൻസ് നിങ്ങൾക്ക് എഴുതാം. ഓർഗൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ പിൻഭാഗത്ത് എന്താണ്, മുൻഭാഗത്ത് എന്താണ്, താഴ്ഭാഗത്ത് എന്താണ്, മുകളിൽ എന്താണ്, ആൻറ്റീരിയർലി എന്താണ്, പോസ്റ്റീരിയർലി എന്താണ്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് നിർബന്ധമില്ല, പറ്റിയാൽ എഴുതുക. ഇൻഫീരിയർലി താഴ്ഭാഗത്ത് എന്ത് കാണപ്പെടുന്നു? ഹാർട്ടിന് തൊട്ട് താഴെയായിട്ട് ഡയഫ്രം കാണപ്പെടുന്നു. സുപ്പീരിയർലി എന്ത് കാണപ്പെടുന്നു? ഗ്രേറ്റ് ബ്ലഡ് വെസൽസ്, അയോട്ട, സുപ്പീരിയർ വീന കാവ, പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, ഇവയെല്ലാം സുപ്പീരിയർലി കാണപ്പെടുന്നു. പോസ്റ്റീരിയർലി ഹാർട്ടിന് പിന്നിലായിട്ട് എന്ത് കാണപ്പെടുന്നു? ഈസോഫാഗസ് ഉണ്ട്, ട്രക്കിയ ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രോങ്കസ് ഉണ്ട്, ഡിസെൻഡിങ് അയോട്ടയുണ്ട്, ഇൻഫീരിയർ വിനക്കാവയുണ്ട്, തൊറാസിക് വെർട്ടിബ്രേ ഉണ്ട്. ഇനി ലാറ്ററലിയോ, ഹാർട്ടിന്റെ 2 സൈഡിലുമായിട്ട് ലങ്സ്. ലെഫ്റ്റ് ലങ് ഓവർലാപ്സ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. നെക്സ്റ്റ് ആൻറ്റീരിയർലിയോ, ഹാർട്ടിന് ഫ്രണ്ടിലായിട്ട് എന്ത് കാണപ്പെടുന്നു? സ്റ്റേർണം. സ്റ്റേർണവും റിബ്സും ഇന്റർകോസ്റ്റൽ മസിൽസും കാണപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് അവിടെ അനാട്ടമിയിൽ എഴുതാവുന്നതാണ്, കാരണം ഇത് അതിൻ്റെ ലൊക്കേഷനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. ഓർഗൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹാർട്ട്. അടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹാർട്ടിലോട്ട് പോവുകയാണ്. അതിനു മുന്നേ തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ തമ്മിൽ ചില എലിമെൻ്ററി ഫാക്ട്സ് പറയാം. ഹാർട്ട് എന്ന് പറയുന്ന ഒരു മസ്കുലർ പമ്പാണ്. ഞാൻ മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും, ആശാലയിൽ നിന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പോയിന്റ്സ് കൂടി ഇവിടെ ചേർത്ത് പറയുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് റോസ് ആൻഡ് വിൽസൺ ടെക്സ്റ്റ് ആണ്. ആശാലയിലെ പോയിന്റ്സും കൂടെ കുറച്ചൊന്ന് ഞാനിവിടെ ആഡ് ചെയ്യാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഹാർട്ട് എന്ന് പറയുന്ന മസ്കുലർ പമ്പിങ് ഓർഗൻ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ ത്രൂ ഔട്ട് ബ്ലഡ് കൊടുക്കുന്ന ഓർഗൻ ആണെന്ന് പറഞ്ഞു. ഇനി ഹാർട്ടിനെ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ് സൈഡ് എന്നും ലെഫ്റ്റ് സൈഡ് എന്നും. റൈറ്റ് സൈഡ് ഇംപ്യൂർ ബ്ലഡും ലെഫ്റ്റ് സൈഡ് പ്യുവർ ബ്ലഡുമാണ് അവിടെ വഹിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. ലെഫ്റ്റ് ഹാർട്ട് സർക്കുലേറ്റ്സ് ബ്ലഡ് ടു ടിഷ്യൂസ്, അതായത് ലെഫ്റ്റ് ഹാർട്ടിൽ നിന്നും ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകുന്നു. റൈറ്റ് സൈഡ് ഹാർട്ട് എന്ത് ചെയ്യുന്നു? പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബ്ലഡ് തിരിച്ച് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹാർട്ടിന് 4 ചേംബറുകളുണ്ട്. മുകളിൽ 2 ഏട്രിയവും താഴെ 2 വെൻട്രിക്കിളും. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇങ്ങനെ 4 ചാമ്പറുകൾ അതിനുള്ളിൽ കാണുന്നു. ഇതിനിടയിലായിട്ട് ഈ 4 ചാമ്പറുകളെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെപ്റ്റം കാണപ്പെടുന്നു. ഏട്രിയങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്റ്റത്തിന് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്നും, വെൻട്രിക്കിളിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു മെംബ്രെയിനെ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നും പറയുന്നു. ഓക്കെ, അപ്പം ഞാനത് പറഞ്ഞു പോവുകയാണ്. പിന്നെ ഇത് കൂടാതെ ഇതിൽ നമുക്ക് 4 വാൾവുകളുണ്ട്. ട്രൈകാസ്പിഡ് വാൾവ്, ബൈകാസ്പിഡ് വാൾവ്, 2 സെമി ലൂണാർ വാൾവ്. അതിന് അർദ്ധചന്ദ്രാകൃതിയിലുള്ളത് കൊണ്ടാണ് സെമി ലൂണാർ വാൾവുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിനകത്ത് പല വെസൽസുകൾ വന്നു ചേരുന്നുണ്ട്. ബ്ലഡ് ശരീരഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് വരുന്ന 2 വെസൽസുകൾ ഏതൊക്കെയാണ്? ഒന്ന് സുപ്പീരിയർ വീനക്കാവ, മറ്റൊന്ന് ഇൻഫീരിയർ വീനക്കാവ. എന്നാൽ ലങ്സിൽ നിന്നും പ്യുവറായിട്ടുള്ള ബ്ലഡ് ഹാർട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന വെയിൻസിനെ എന്ത് പറയുന്നു? പൾമണറി വെയിൻസ് എന്നും, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസലിനെ പൾമണറി ആർട്ടറി എന്നും, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ശരീരഭാഗത്തോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഗ്രേറ്റ് വെസലിനെ നമ്മുടെ അയോട്ട എന്നും പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമലായിട്ട് നമുക്കൊരു ഹാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ സ്കൂളുകളിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജാണ് ഈ ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ദ ഹാർട്ടിൽ പോവാം. ആദ്യം നമുക്ക് ഹാർട്ടിൻ്റെ വാളിനെ കുറിച്ച്, അതായത് അതിൻ്റെ മസിൽസ് അതിനെ കുറിച്ചൊന്ന് നോക്കാം. ഹാർട്ട് വാൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 3 ലെയറാണ് കാണപ്പെടുന്നത്. ഹാർട്ട് വാൾ ഈസ് കണ്ടെയ്ൻ 3 ലെയേഴ്സ്. ഏതൊക്കെയാണത്? പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ഫസ്റ്റ് വൺ ഏറ്റവും പുറമെ കാണപ്പെടുന്നത് പെരികാർഡിയമാണ്. പെരികാർഡിയം ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ, ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 സാക്സ്. അതിന് 2 ലെയറുകളുണ്ട്. എന്തൊക്കെയാണെന്ന്? ഔട്ടർ സാക്ക് ഇസ് എ ഫൈബ്രസ് പെരികാർഡിയം, കൺസിസ്റ്റ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ, ആൻഡ് ഇന്നർ ഇസ് എ സീറസ് പെരികാർഡിയം. ഇറ്റ്സ് അഗൈൻ സീറസ് പെരികാർഡിയം ഇസ് എ കണ്ടിന്യൂസ്
ഡബിൾ ലെയർ ഓഫ് സീറസ് മെംബ്രെയിൻ. എന്തൊക്കെയാണെന്ന് നോക്കൂ. ഔട്ടർ ലെയർ ഓഫ് ദ സീറസ് പെരികാർഡിയം എന്നത് പരേറ്റൽ പെരികാർഡിയം എന്നും ഇന്നർ ലെയർ ഓഫ് ദ സീറസ് പെരികാർഡിയം ദാറ്റ് ഇസ് വിസറൽ പെരികാർഡിയം. ഇതിൽ ഏത് പെരികാർഡിയമാണ് ഹാർട്ടുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നത്? ദാറ്റ് ഈസ് വിസറൽ പെരികാർഡിയം. ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അത് നിർമ്മിച്ചിരിക്കുന്ന 3 ലെയർ കൊണ്ടാണ്. ഒന്ന് ഔട്ടർ പെരികാർഡിയം, സെക്കൻഡ് മയോകാർഡിയം, ഏറ്റവും ഉള്ളിൽ എൻഡോകാർഡിയം. പെരികാർഡിയത്തിൽ തന്നെ നമ്മൾ 2 ലെയർ പറഞ്ഞു. അതിൽ ഒന്ന് ഫൈബ്രസ് പെരികാർഡിയവും മറ്റൊന്ന് സീറസ് പെരികാർഡിയവും. സീറസ് പെരികാർഡിയത്തിൽ വീണ്ടും 2 ലെയർ ഉണ്ട്. അതിൽ ഒന്ന് പരേറ്റൽ പെരികാർഡിയം, മറ്റൊന്ന് വിസറൽ പെരികാർഡിയം. ഇങ്ങനെ 2 ലെയറുകൾ പെരികാർഡിയത്തിൽ കാണപ്പെടുന്നു. ഈ പെരികാർഡിയൽ ലെയറിന് സീറസ് മെംബ്രെയിൻ്റെ 2 ലെയറിനും ഇടയിലായിട്ടൊരു ഫ്ലൂയിഡ് കാണപ്പെടുന്നു. അതിന് എന്തു പറയുന്നു? പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അപ്പം നമ്മുടെ ഹാർട്ടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കൃത്യമായിട്ട് കാണാം. ലങ്സുകൾക്കൂടെ ഇടയിലായിട്ട് മീഡിയാസ്റ്റീനം എന്നുള്ള സ്പേസിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ കാണപ്പെടുന്ന ഈ ഒരു ഓർഗനാണ് ഹാർട്ട്. ഇത് എപെക്സ് ഓഫ് ദ ഹാർട്ടും ഇത് ബേസ് ഓഫ് ദ ഹാർട്ടുമാണ്. ഇവിടെ നിന്നും ഹാർട്ടിനുള്ളിൽ നിന്നും വരുന്ന അയോട്ട ഇവിടെ ആർച്ച് ഓഫ് അയോട്ട ആയിട്ട് മാറുന്നു. അതിൽ നിന്ന് ചില വെസൽസ് മുകളിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ ഈ അയോട്ട താഴോട്ട് ഡിസെൻഡിങ് അയോട്ട ബാക്ക് സൈഡിലൂടെ താഴോട്ട് വരുന്നുണ്ട്. തൊറാസിക് അയോട്ട, അബ്ഡോമിനൽ അയോട്ട എന്നായി ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻസും അനുസരിച്ച് പേരവിടെ മാറുന്നുണ്ട്. നെക്സ്റ്റ്, നമ്മൾ പെരികാർഡിയം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 2ാമത്തെ ലെയർ ഏതാണ്? മയോകാർഡിയം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചുരുക്കിയാണ് പറഞ്ഞു പോകുന്നത്. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല, കാരണം നിങ്ങളിതെല്ലാം പഠിച്ച് കഴിഞ്ഞു കാണും. അതുകൊണ്ട് എക്സാം എങ്ങനെ എന്തൊക്കെ കണ്ടന്റുകൾ എഴുതണം എന്ന് മാത്രമേ ഞാനിവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. അടുത്ത 2ാമത്തെ ലെയറാണ് മയോകാർഡിയം. മയോകാർഡിയം എന്ന് പറയുമ്പോൾ അവിടെ എന്താണിത്? ഇറ്റ്സ് എ മിഡിൽ ലെയർ ഓഫ് ദ വാൾ ഓഫ് ദ ഹാർട്ട്. ഇതിൽ മസിൽ ഫൈബേഴ്സ് ആണ് കാണപ്പെടുന്നത്. അതിനകത്ത് ഒരു ബൾക്ക്, ഒരുപാട് തിക്കായിട്ട് കാണപ്പെടുന്ന ലെയറാണ് മയോകാർഡിയം എന്ന് പറയുന്നത്. ഇത് ഈ മസിൽ ഫൈബേഴ്സാണ് നമുക്ക് കൺട്രാക്ഷന് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ മസിൽ ഫൈബേഴ്സാണ് ഹാർട്ടിനുള്ളിലുള്ള പേസ് മേക്കർ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മസിൽ ഫൈബേഴ്സാണ് ഹാർട്ടിൻ്റെ കണ്ടക്റ്റീവ് സിസ്റ്റം ഫങ്ഷനിങ് ആക്കി മാറ്റുന്നത്, അല്ലേ? ഇനി ഇത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ അടുത്ത് കാണപ്പെടുന്ന ലെയറാണ് ഏറ്റവും ഉള്ളിലുള്ള ലെയർ എൻഡോകാർഡിയം. ദിസ് ലൈൻസ് ദ ചാമ്പേഴ്സ് ആൻഡ് വാൾവ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള വാൾവിനെയും ചാമ്പേഴ്സിനെയും ഇന്നറായിട്ട് ലൈൻ ചെയ്തിരിക്കുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു മെംബ്രെയിൻ, ബ്ലഡ് സ്മൂത്തായിട്ട് ഒഴുകാൻ സഹായിക്കുന്ന സ്മൂത്ത് മെംബ്രെയിനാണ് എൻഡോകാർഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് 3 ലെയേഴ്സ്: പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഹാർട്ടിൻ്റെ പിക്ചർ വരച്ചു, അതിൻ്റെ ലെയർ അവിടെ എഴുതി, അതായത് അതിൻ്റെ വോളുകളെ കുറിച്ച് നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് അടുത്ത് ഇൻറ്റീരിയർ ഓഫ് ദ ഹാർട്ടിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റ് എല്ലാം ഇവിടെ നിങ്ങളുടെ ഈ ഇൻറ്റീരിയർ ഓഫ് ദ ഹാർട്ടിലാണ് വരുന്നത്. അതായത് എത്ര ചാമ്പറുകളുണ്ട്, അതിൽ എത്ര വാൾവുകളുണ്ട്. ഈ ഒരു പിക്ചറാണ് ആക്ച്വലി നിങ്ങളെ എക്സാമിന് വരയ്ക്കാനുള്ളത്. ഹാർട്ടിൻ്റെ 4 ചേമ്പറും ഈ പാർട്സുകളെല്ലാം അടയാളപ്പെടുത്തുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ അടയാളപ്പെടുത്തരുത്. ഇതുപോലെ ഭംഗിയായിട്ട് 2 സൈഡിലായിട്ട് മാത്രം നിങ്ങൾ ഒരേ ലെവലിൽ ലൈൻസ് എല്ലാം വന്ന് അവസാനിക്കുന്നത് പോലെ ഒരേ രീതിക്ക് തന്നെ, ഷോർട്ട് ലൈൻസ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ചേരുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒരുമിച്ച് തന്നെ നിങ്ങളവിടെ ആ ഒരു ലെവലിൽ തന്നെ എല്ലാ ലൈൻസ് വന്ന് ഫിനിഷ് ചെയ്ത രീതിയിൽ അവിടെ ലേബൽ ചെയ്യുക. ലേബൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇൻറ്റീരിയർ, അകത്തുള്ളിൽ എന്തൊക്കെ ഉണ്ട്. ഇവിടെ 4 ചേമ്പർ ഉണ്ട്. ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് നിങ്ങൾക്ക് അവിടെ എഴുതാം. അടുത്ത ഹെഡിങ് ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട്: റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. വാൾവ്സ് ഓഫ് ദ ഹാർട്ട്: അവിടെ ബൈകാസ്പിഡ് വാൾവ്, ട്രൈകാസ്പിഡ് വാൾവ്, 2 സെമിലൂണർ വാൾവ്സ് എഴുതുക. ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, പേസ് മേക്കർ, ഇങ്ങനെ ഓരോ പാർട്ടും നിങ്ങൾക്ക് അവിടെ അടയാളപ്പെടുത്തി എഴുതാവുന്നതാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഓഫ് ദ ഹാർട്ട് അവിടെ കംപ്ലീറ്റ് ആവും. ഇൻറ്റീരിയർ ഹാർട്ടിനകത്ത് എല്ലാ ചാമ്പേഴ്സും നിങ്ങൾ അടയാളപ്പെടുത്തി, അത് കഴിഞ്ഞ് വാൾവുകൾ അടയാളപ്പെടുത്തി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഇൻ്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തെക്കുറിച്ച്, അതായത് ഏട്രിയത്തിനെ കുറിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർ ഏട്രിയൽ സെപ്റ്റം, ഇൻ്റർ വെൻട്രിക്കുലർ, അതായത് വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർ വെൻട്രിക്കുലർ സെപ്റ്റം, അവയെക്കുറിച്ചും എഴുതുക. ഇനി അതും കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നമ്മുടെ ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ ആണ്. എന്താണ് ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട്? അടുത്ത ഹെഡിങ് കൊടുക്കുക, ബ്ലഡ് സപ്ലൈ ടു ദ heart, that is known as coronary circulation. Another important 5-mark question, coronary circulation. ആർട്ടീരിയൽ സപ്ലൈ, കൊറോണറി സപ്ലൈ കുറിച്ച് എഴുതുക. അതിനകത്ത് റൈറ്റ് കൊറോണറി ആർട്ടറീസും ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസും നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഒരുപാട് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും 10 മാർക്കിൻ്റെ എസ്സേയിൽ പോയില്ല എങ്കിലും
അത് ചുരുക്കി എഴുതാവുന്നതാണ്. എന്നാൽ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കൊറോണറി സർക്കുലേഷൻ മാത്രമായിട്ട് 5 മാർക്കിന് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റൈറ്റ് കൊറോണറി ആർട്ടറി, അതിൻ്റെ ബ്രാഞ്ചസ്, അവ ഓരോന്നും ഏത് ഭാഗങ്ങളോട്ട് സപ്ലൈ ചെയ്യുന്നു, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, അതിൻ്റെ ബ്രാഞ്ചസ് അത് എങ്ങോട്ടൊക്കെ സപ്ലൈ ചെയ്യുന്നു, അവയെല്ലാം 5 മാർക്കിന് ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് എഴുതണം. ഇവിടെ 10 മാർക്കിൻ്റെ എസ്സേയിൽ ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട് എന്ന് എഴുതി റൈറ്റും ലെഫ്റ്റും കൊറോണറി ആർട്ടറീസും അതിലെത്ര ബ്ലഡ് പെർസെൻറ്റേജ് വരുന്നുണ്ടെന്നും അവ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്നും എഴുതുക. അതുപോലെ അടുത്ത് വരുന്നത് വീനസ് സപ്ലൈ, അതായത് വീനസ് ഡ്രെയിനേജ്, വെയിൻസ് ഫ്രം ദ ഹാർട്ട്, അതായത് കൊറോണറി സൈനസ്, കാർഡിയാക് വെയിൻസ്, ഇവയെക്കുറിച്ച് അവിടെ വിശദീകരിച്ചെഴുതാം. മോസ്റ്റ് ഓഫ് ദ വീനസ് ബ്ലഡ് ഈസ് കളക്റ്റഡ് ഇൻ ടു ചാമ്പർ ഓഫ് കാർഡിയാക് വെയിൻ and joined to form coronary sinus, and this will open into right atrium. റൈറ്റ് സൈഡിലെ ഏട്രിയത്തിനുള്ളിലോട്ടാണ് ഇത് ഓപ്പൺ ആകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എഴുതുക. അത് കഴിഞ്ഞ് nerve supply, it's very important. Another point, nerve supply നിങ്ങൾക്ക് അവിടെ എഴുതാം. സിമ്പതറ്റിക് സപ്ലൈയും T1 മുതൽ T4 വരെയുള്ള സെഗ്മെന്റ്സിൽ നിന്നാണ് നെർവ്സ് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ പാരാസിമ്പതറ്റിക് സപ്ലൈയും അവിടെയും അഫറൻറ്റും എഫറൻറ്റുമായിട്ടുള്ള പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് അതും എന്ത് ചെയ്യുന്നുണ്ട്, കാർഡിയാക് പ്ലെക്സസിലോട്ട് സപ്ലൈ ചെയ്യുന്ന പാരാസിമ്പതറ്റിക് സപ്ലൈയും ഉണ്ട്. ആ നെർവ് സപ്ലൈയെക്കുറിച്ച് നമ്മളിവിടെ ഷോർട്ടായിട്ട് ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ ഇത്രയും എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ 10 മാർക്കിൻ്റെ എസ്സേ അവിടെ കഴിഞ്ഞു. ഹാർട്ട് എന്താണ്, എവിടെ കാണപ്പെടുന്നു, അതിൻ്റെ സൈസ് എന്താണ്, സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതത്ര ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാർട്ട്. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പിക്ചർ വരയ്ക്കാം. പിക്ചർ ഒന്ന് ഹാഫ് പേജുകൾ വരുന്ന രീതിയിൽ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഹാർട്ടിനെ കുറിച്ച്, അതിൻ്റെ എക്സ്റ്റേണൽ വാളിനെ കുറിച്ച് എഴുതുക. അതിൻ്റെ 3 ലെയേഴ്സ്, ആ 3 ലെയേഴ്സ് സബ് ഹെഡിങ്സ് ഇട്ട് അത് വിശദീകരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് വിശദീകരിക്കുക. ഓരോ സബ് ഹെഡിങ്സ് ആയിട്ട്, അല്ല എല്ലാം കൂടെ ഒരു പാരഗ്രാഫ് അല്ല, ഓരോരോ ചെറിയ ചെറിയ സബ് ഹെഡിങ്സ് ആയിട്ട്. ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട്, ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം, ഇന്റർ ഏട്രിയൽ സെപ്റ്റം, വാൾസ് ഓഫ് ദ ഹാർട്ട്, വെസൽസ് ഓഫ് ദ ഹാർട്ട്, ആർട്ടീരിയ സപ്ലൈ, വീനസ് സപ്ലൈ, അതുപോലെ നെർവ് സപ്ലൈ, ഇത്രയും വിശദീകരിച്ച് എഴുതുക. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പേസ് മേക്കർ എസ്സേ നോഡിനെ കുറിച്ചും അവിടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. കാരണം ഈ എസ്സേ നോഡിൽ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിമ്പിൾസസ് ആണ് നമ്മുടെ ഈ ഒരു ഹാർട്ടിന് എന്ത് ചെയ്യുന്നത്, കൺട്രാക്ഷനും റിലാക്സേഷനും സഹായിക്കുന്നത്. ദിസ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ 10 മാർക്ക് എസ്സേ. ഇഫ് യു റൈറ്റ് ദീസ് ഓൾ കണ്ടന്റ് നീറ്റ്ലി ഇൻ യുവർ എക്സാം പേപ്പർ, ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് 10 മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, 9 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10 മാർക്കിൻ്റെ എസ്സേക്ക് ലഭിക്കും. മറ്റൊരു ഡൗട്ടാണ്, 10 മാർക്കിൻ്റെ എസ്സേക്ക് നിങ്ങൾ എത്ര പേജസ് എഴുതണം? 7 or 8 പേജസ്. 7 പേജോ അല്ലെങ്കിൽ 8 പേജോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിക്ചർ ഉൾപ്പെടെ എഴുതാൻ പറ്റിയാൽ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഇനി ചില ക്വസ്റ്റ്യൻസിൽ 6 പേജസ് നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് അവിടെ കിട്ടും. അത്രത്തോളം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 6 മാർക്ക്, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ്. കണ്ടന്റ് വളരെ കുറവുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 6 പേജ് എഴുതിയാലും നിങ്ങൾക്ക് അവിടെ 9 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്നാൽ 7 or 8 പേജ് എഴുതിയാൽ തീർച്ചയായിട്ടും നീറ്റായിട്ട് കറക്റ്റ് കണ്ടന്റാണ് നിങ്ങൾ അവിടെ എഴുതിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 9 മാർക്ക് അല്ലെങ്കിൽ 9.5 മാർക്ക് അവിടെ ടീച്ചേഴ്സ് തരുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കണം എന്ന് വെച്ചാൽ റീഡബിൾ ആയിരിക്കണം. വളരെ ഭംഗിയുള്ളതെന്നല്ല, റീഡബിൾ ആയിരിക്കണം. ഹെഡിങ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഇമ്പോർട്ടൻറ്റ് ടേംസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകണം. പിക്ചർ നീറ്റായിട്ട് വരച്ചിട്ടുണ്ടാകണം. അതിൽ കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു നൈസ് പ്രസൻറ്റേഷൻ ആയിരിക്കണം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് അവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എസ്സേ അവിടെ കഴിഞ്ഞു, ലോങ് എസ്സേ അവിടെ കഴിഞ്ഞു. എന്നാൽ ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഏതാണ്? ഇവിടെ നോക്കൂ, അടുത്ത് വരുന്ന സെഷൻ എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേസ് ആണ്. അതായത് 5 മാർക്കിൻ്റെ എസ്സേസ്. 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടെ 5 മാർക്കിന് ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പലതും നമ്മൾ 10 മാർക്കിനും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 5 മാർക്കിന് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അവിടെ ഈ ക്വസ്റ്റ്യൻസ് 10 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ളവ തന്നെയാണ്. പലതും, എല്ലാമല്ല. ഇവിടെ നോക്കൂ, ഈ ഒരു 3 ക്വസ്റ്റ്യനിൽ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്? 1, ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ലാരിങ്സ്. ലാരിങ്സ് എന്നാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലതാണ്. അടുത്തത് വരുന്നത് ക്ലാസിഫൈ ജോയിൻറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഹ്യൂമറസ്. ഇത് ലാരിങ്സ് എപ്പോഴും 5 മാർക്കിന് മാത്രമേ ചോദിക്കാറുള്ളൂ. എന്നാൽ ജോയിൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനും ഹ്യൂമറസ് എന്നുള്ള ബോണും ചേർത്ത് 10 മാർക്കിനും ഫ്രീക്വൻലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്നാൽ ഇവിടെ എക്സാമിനത് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. സോ അവിടെ വി ഹാവ് ടു എന്ത് ചെയ്യണം? കട്ട് ഷോർട്ട് ചെയ്യണം. കണ്ടന്റ് അവിടെ നമ്മളിവിടെ കട്ട് ഷോർട്ട് ചെയ്ത് ഷോർട്ട് എസ്സേ ആക്കി മാറ്റണം. 10 മാർക്കിന് കണക്കാക്കി പഠിക്കുക, അതിനെ ഷോർട്ടാക്കി
5 മാർക്കിന് എഴുതുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് സെറിബ്രം, 10 മാർക്ക് ക്വസ്റ്റ്യൻ. മോസ്റ്റ്ലി അവിടെ എന്താണ് ഇത് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. 2 10 മാർക്കിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരു 5 മാർക്കിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ചേർത്താണ് ഇവിടെ 3 എസ്സേസ് ചോദിച്ചത്. അപ്പോൾ 3 എസ്സേ 5 മാർക്കിനാവുമ്പോൾ 5 മാർക്കിന് എത്ര പേജസ് എഴുതണം? മിനിമം 3 പേജ്, മാക്സിമം 4 പേജ് മതിയാകും 5 മാർക്കിന്. അവിടെയും നിങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ, ലാരിങ്സ് ആണെങ്കിൽ ലാരിങ്സിൻ്റെ പിക്ചർ, ഹ്യൂമറസ് ആണെങ്കിൽ ഹ്യൂമറസിൻ്റെ പിക്ചർ, സെർബ്രം ആണെങ്കിൽ സെർബ്രത്തിൻ്റെ പിക്ചർ ഉൾപ്പെടുത്തി വേണം എസ്സേ എഴുതാൻ. അപ്പോൾ നമുക്ക് ഈ 3 കണ്ടന്റിനും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അല്ല എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് ഈ ഒരു ചാനലിൽ തന്നെയുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അവ നിങ്ങൾക്ക് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സെർബ്രം മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ് ഉണ്ട്, ഹ്യൂമറസ് സ്കെൽറ്റൽ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്തതിലുണ്ട്, ലാരിങ്സ് റെസ്പിറേറ്ററി സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 5 മാർക്കിന് 3 പേജസ് അല്ലെങ്കിൽ 4 പേജ് നിങ്ങൾ ഇവിടെ എഴുതുക. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, അവിടെ നിങ്ങൾ ഓർഗൻ സിസ്റ്റത്തിനെ കുറിച്ച് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട. ലാരിങ്സിനെ കുറിച്ച് ഡയറക്റ്റ്ലി ചോദിക്കുമ്പോൾ ലാരിങ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, ലാരിങ്സിൻ്റെ പിക്ചർ വരയ്ക്കുക, ലാരിങ്സിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി ഇത് കൂടാതെ ഹ്യൂമറസ്, അവിടെ എന്താണ് ജോയിൻറ്റ്സ്, ഏതൊക്കെ ടൈപ്പ് ജോയിൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമറസ് എന്നുള്ള ബോൺ എവിടെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ പിക്ചർ, അതിൻ്റെ പാർട്സ് ഡീറ്റെയിലി എക്സ്പ്ലെയിൻ ചെയ്യുക. നെർവസ് സിസ്റ്റത്തിൽ നിന്നും സെർബ്രം ചോദിച്ചു, 10 മാർക്ക് എസ്സേ ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. എന്താണ് സെറിബ്രം, എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, എത്ര ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, എത്ര ലോബുകളുണ്ട്, ഓരോ ലോബും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ എത്ര നേരം വേണം? വളരെ കുറച്ച് സമയം, ഒരു 20 മിനിറ്റ് അത്ര തന്നെ മാക്സിമം. അത് കൂടുതലാണ് 20 മിനിറ്റ് എന്ന് പറയുന്നത്. അത് ഉള്ളിൽ നമുക്ക് ഈ 3 എസ്സേ ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാർട്ടാണ് ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കഴിഞ്ഞിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്ര തന്നെ നന്നായിട്ട് എഴുതിയാലും 4 അല്ലെങ്കിൽ 4.5 മാർക്കേ ടീച്ചേഴ്സ് തരത്തുള്ളൂ. എന്നാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നീറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 6 മാർക്കും അതുപോലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ക്ലാസിഫൈ ദ ടിഷ്യൂസ്, അടുത്തത് നെയിം ദ ബ്ലഡ് വെസൽ സപ്ലൈയിങ് റെക്ടം, മെൻഷൻ ദ പാർട്സ് ഓഫ് കിഡ്നി. 10 മാർക്കിൻ്റെ എസ്സേയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 മാർക്കിൽ നിന്ന് അത് ചോദിച്ചിരിക്കുന്നു. ടിഷ്യൂസ് നമ്മൾ 5 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ റെക്ടം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് ബ്ലഡ് വെസൽസ് മാത്രമായിട്ട് 2 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. കിഡ്നി 10 മാർക്കിൻ്റെ എസ്സേ ആണ്. അതിൽ നിന്ന് അതിൻ്റെ പാർട്സ് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ മാത്രം പറഞ്ഞ് 2 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. 2 മാർക്കിനാണെങ്കിൽ എത്ര കണ്ടന്റ് എഴുതാം? കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 2 മാർക്കിൽ 1/2 മാർക്ക് പോലും കുറയരുത്, 6 മാർക്ക് അതുപോലെ നമുക്ക് കിട്ടണം. സോ യു റൈറ്റ് ഡീറ്റൈലി ദിസ് ഷോർട്ട് ആൻസേഴ്സ്. 2 മാർക്ക് കൃത്യമായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഒരു പേജിൻ്റെ ഒരു പുറം കംപ്ലീറ്റ്ലിയോ അല്ലെങ്കിൽ 3/4 ഒരു 3/4 പേജെങ്കിലും മിനിമം നിങ്ങൾ വരത്തക്ക രീതിയിൽ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഒന്നുകിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാം, പിക്ചർ വരയ്ക്കേണ്ട ആവശ്യമില്ല. 2 മാർക്കിന് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാം, പോയിന്റ് വൈസ് എഴുതാം, അല്ലെങ്കിൽ ഒരു നന്നായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പാരഗ്രാഫ് അവിടെ എഴുതുക. അതാണ് ഷോർട്ട് ആൻസേഴ്സ്. എന്നാൽ ഇവിടെ നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് ഇനി വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന MCQs ഉണ്ട്. അതായത് 6 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 6 1-word ക്വസ്റ്റ്യൻസ്. ഇവിടെ നോക്കും, ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനിവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ MCQs ചോദിക്കാം, എന്തൊക്കെ പോയിന്റ്സുകളാണ് ഇതിനകത്ത് അതിന് സാധ്യതയുള്ളത്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്, 5 മാർക്ക് ഏതൊക്കെയാണ്, ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും അവിടെ ഞാൻ പറയാറുണ്ട്. അത് ഫോക്കസ് ചെയ്ത് പഠിച്ചവർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് കുറച്ച് MCQs പ്രാക്ടീസ് ചെയ്യാൻ തന്നിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുക. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അതിൽ നിന്നുള്ള ഒരു 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇവിടെ 8ാമത്തെ പാർട്ട്, അതായത് മറ്റു യൂണിവേഴ്സിറ്റികളിൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ MCQ ആണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അവസാനത്തെ ഭാഗമാണ് MCQ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്, സമയം കണ്ടെത്തി കൃത്യമായിട്ട് അത് ആൻസർ ചെയ്തിരിക്കണം. നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനില്ല. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്മോളസ്റ്റ് ബോൺ ഇൻ യുവർ ബോഡിയാണ്. ഏതാണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോൺ? ക്ലാവിക്കിൾസ് ആണോ, സ്റ്റേപ്പിസ് ആണോ, നാസൽ ബോൺ ആണോ, ഹ്യൂമറസ് ആണോ? ഹ്യൂമറസ് ഇറ്റ്സ് എ ലോങ് ബോൺ അല്ലേ? നമ്മുടെ കയ്യിലുള്ള ഷോൾഡറിൽ നിന്നും എൽബോ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വളരെ വലിയൊരു ബോണാണ്
ഹ്യൂമറസ്. അതിനേക്കാൾ വലിയ ബോണാണ് ഫീമർ, തുടയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ലോങ് ബോണാണ്. നാസൽ ബോണും നമ്മുടെ മൂക്കിൽ കാണപ്പെടുന്ന അത്യാവശ്യം നീളമുള്ള ഒരു ബോണ് തന്നെയാണ്. ക്ലാവിക്കിളും നമ്മുടെ തോളല്ലെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്ന ബോണാണ് ക്ലാവിക്കിൾ. സ്റ്റേപ്പിസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഇയറോസിക്കിൾസ്, അതായത് നമ്മുടെ ചെവിക്കുള്ളിൽ, ഇയറിനുള്ളിൽ കാണപ്പെടുന്ന 3 ചെറിയ ബോണുകളുണ്ട്. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നറിയപ്പെടുന്ന 3 ബോണുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ ബോണുകൾ എന്നറിയപ്പെടുന്നത് ഇയറോസിക്കിൾസ് ആണ്. അതിൽ 3 ബോണുകളുണ്ട്, മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അതിൽ ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് മാലിയസ്, ദിസ് ഈസ് ഇൻഗസ്, ദിസ് ഈസ് സ്റ്റേപ്പിസ്. ഇൻ ദീസ് 3 ossicles or in these 3 bones, stapes is the smallest bone. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചെറിയ ബോൺ എന്നറിയപ്പെടുന്നത് സ്റ്റേപ്പിസ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബി. നിങ്ങൾ അവിടെ വേറെ ഒന്നും എഴുതേണ്ട കാര്യമില്ല, ബി സ്റ്റേപ്പിസ് എന്ന് മാത്രം എഴുതിയാൽ മതി. 1 മാർക്ക് യു വിൽ ഗെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്ലഡ് ഈസ് എ. ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണോ, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണോ, മസിൽ ടിഷ്യൂ ആണോ, നെർവസ് ടിഷ്യൂ ആണോ? ഇതറിയണമെങ്കിൽ നമ്മുടെ ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ അറിയണം. ഇവിടെ നോക്കൂ, ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ എടുത്ത് പറഞ്ഞു തരാം. ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന സെല്ലുകൾ കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ ഒരേ തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് സെല്ലുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. എന്താണ് ടിഷ്യൂസ്? ടിഷ്യൂസ് ഈസ് എ ലാർജ് നമ്പേഴ്സ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് സെൽസ്. ഒരേ ടൈപ്പ് സെല്ലുകൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടാകുമ്പോൾ അതിനെ എന്ത് പറയുന്നു? ടിഷ്യൂസ് എന്ന് പറയുന്നു. മെയിൻലി ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, മസിൽ ടിഷ്യൂസ്, നെർവസ് ടിഷ്യൂ. ഇതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ തന്നെ വീണ്ടും പല ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? നമ്മുടെ സിമ്പിൾ എപ്പിത്തീലിയം, അതിൽ തന്നെ സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയ, അടുത്തത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമത്ത് എപ്പിത്തീലിയം, ട്രാൻസിഷണൽ എപ്പിത്തീലിയം, ഇങ്ങനെ പല ടൈപ്സ് ആയിട്ട് വരുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പ് ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ തന്നെ അവിടെ സോളിഡ് ആയിട്ടുള്ള ടിഷ്യൂസും ഉണ്ട്, ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. അവിടെ ഫ്ലൂയിഡ് ആയിട്ടുള്ള വരുന്ന കണക്റ്റീവ് ടിഷ്യൂലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ബ്ലഡും അതുപോലെ ലിംഫും. ബ്ലഡും ലിംഫും എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ കണക്റ്റീവ് ടിഷ്യൂ. ഞാൻ ഇവിടെ ടിഷ്യൂസിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ കൊടുക്കുന്നില്ല. ടിഷ്യൂസിന്റെ ക്ലാസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ടിഷ്യൂസിന്റെ ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപഠിക്കുക. ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ബ്ലഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ചാപ്റ്ററിൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ നിങ്ങളൊരു പോയിന്റ് മാത്രം ഓർക്കുക, ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. Okay, so here the right answer is option A, connective tissue. Blood is a connective tissue. Next, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ടിയർ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്, കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്ലാൻഡുകളുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളാണ് നമ്മൾ പഠിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ്, പാങ്ക്രിയാസ്, ഓവറീസ്, ഇങ്ങനെ പല ഗ്ലാൻഡുകൾ നമുക്ക് അതിനകത്ത്, തൈമസ് ഗ്ലാൻഡ്, ഇതെല്ലാം എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. കാരണം അവിടെ ആ ഒരു ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസ് ഡയറക്റ്റ്ലി എങ്ങോട്ടാണ് പോകുന്നത്? ബ്ലഡിലോട്ടാണ് പോകുന്നത്. അതിന് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഡക്റ്റുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനെ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെബേഷ്യസ് ഗ്ലാൻഡ്, സീബം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബേഷ്യസ് ഗ്ലാൻഡ്. മറ്റൊന്ന് ലാക്രിമൽ ഗ്ലാൻഡ്, സലൈവറി ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. സോ അത് നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ മാറ്റാം. സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ആ പേര് തന്നെയുണ്ട്, സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സലൈവറി ഗ്ലാൻഡ്. സീബം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെബേഷ്യസ് ഗ്ലാൻഡ്. അങ്ങനെയാണെങ്കിൽ ലാക്രിമൽ ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇറ്റ് പ്രൊഡ്യൂസ് ടിയർ. നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ അല്ലെങ്കിൽ കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ടിയർ ഗ്ലാൻഡ്. ഇവിടെ കണ്ണിൽ നോക്കൂ, കണ്ണിന്റെ സ്ട്രക്ചറാണിത്. ഇവിടെ കണ്ണിന്റെ മുകളിൽ ലാക്രിമൽ ഗ്ലാൻഡ് ഉണ്ട്. ഈ ലാക്രിമൽ ഗ്ലാൻഡ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ ബി, ലാക്രിമൽ ഗ്ലാൻഡ്. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അനാട്ടമി ഫിസിയോളജി നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഈവൻ ഇഫ് യു ഡോണ്ട് നോ കറക്റ്റ് ആൻസർ ഓൾസോ യു ക്യാൻ എലിമിനേറ്റ് റോങ് ആൻസേഴ്സ്. തെറ്റായിട്ടുള്ള ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്ത് അതിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻ കണ്ടെത്താൻ പറ്റും.
ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഓർഗൻ ഓഫ് ടേസ്റ്റ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ആ ഒരു ടേസ്റ്റ്, രുചി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഓർഗൻ ഏതാണ്? സ്കിന്നാണോ, ടങ്ങാണോ, നോസാണോ, ടീത്താണോ? ഈസി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി, ടങ്ങാണ് നമുക്ക് ടേസ്റ്റ് സെൻസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 12th question, that is middle layer of the uterus. Very important 10 mark essay, that is uterus. സ്ട്രക്ചർ വരച്ച് പഠിച്ച് 10 മാർക്കിന്റെ എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് യൂട്രസ്. അതുപോലെ യൂട്രസിന്റെ ഫെലോപ്പിയൻ ട്യൂബ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഓവറി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതും ഓർത്തിരിക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, യൂട്രസിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചപ്പോൾ അവിടെ യൂട്രസിന്റെ ലെയേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. യൂട്രസ് നിർമ്മിച്ചിരിക്കുന്നത് 3 ലെയർ കൊണ്ടാണ്. എൻഡോമെട്രിയം, പെരിമെട്രിയം, മയോമെട്രിയം, പെരികാർഡിയം. ഇതിൽ ഏതാണ് അതിൽ മിഡിൽ ലെയർ? യൂട്രസിന്റെ ലെയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പുറമെ കാണപ്പെടുന്നത് പെരിമെട്രിയമാണ്, മിഡിലായിട്ട് കാണപ്പെടുന്നത് മയോമെട്രിയമാണ്, ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്നത് എൻഡോമെട്രിയമാണ്. ദീസ് ആർ ദ 3 layers of the uterine wall. Outer side perimetrium, middle layer myometrium, inner layer endometrium. Question എന്തായിരുന്നു? മിഡിൽ ലെയർ, ദാറ്റ് ഈസ് മയോമെട്രിയം. ഓക്കെ, പെരികാർഡിയം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എസ് എ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു. പെരികാർഡിയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഹാർട്ട്. Okay, other 3 layers of uterus. In that, endometrium found as a innermost layer, perimetrium found as a outermost layer, myometrium found as a middle layer. Okay, in the uterus. So correct option C, myometrium. Next one is very important 5 mark essay, 2 mark question, 1 mark question, that is cranial nerves. How many pairs of cranial nerves we have? That is 12 pair. 12 ജോഡി ക്രാനിയൽ നെർവ്സ് നമുക്കുണ്ട്. ദീസ് ആർ ദ നെർവ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത 12 ജോഡി ക്രാനിയൽ നെർവ്സ് ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് നെർവ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒക്കുലോമോട്ടോർ ആണോ, ഓൾഫാക്ടറി ആണോ, ട്രോക്ലിയർ ആണോ, ഓപ്റ്റിക് ആണോ? ഈ 12 നെർവിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ നെർവ് ഏതാണ്? ഓൾഫാക്ടറി, സ്മെല്ല് സെൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഓൾഫാക്ടറി. രണ്ടാമത് ഓപ്റ്റിക്, കണ്ണിന് സഹായിക്കുന്ന, കണ്ണിന്റെ സെൻസറി ആയിട്ടുള്ള ഓപ്റ്റിക്. ഒക്കുലോമോട്ടോർ, ചലനത്തിന് സഹായിക്കുന്ന ഒക്കുലോമോട്ടോർ. ട്രോക്ലിയർ, ട്രൈജെമിനൽ, അബ്ഡസെൻസ്, ഫേഷ്യൽ, വെസ്റ്റിബുലോകോക്ലിയർ, ഗ്ലോസോഫാരിഞ്ചൽ, വാഗസ്, ആക്സസറി, ഹൈപ്പോഗ്ലോസൽ. ഇങ്ങനെ 12 ജോഡി നെർവുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്തൊക്കെ പഠിക്കണം? വെദർ ഇറ്റ് ഈസ് എ സെൻസറി നെർവ് ഓർ മോട്ടോർ നെർവ് ഓർ ഇറ്റ് ഇസ് എ മിക്സ്ഡ് നെർവ്. എവിടെ നിന്നാണ് കാണപ്പെടുന്നത്? എന്താണ് ഈ ഓരോ നെർവിൻ്റെയും ഫങ്ഷൻസ്? ഏത് ഫൊറാമൻ വഴിയാണ് ഇത് പുറത്തോട്ട് വരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. 12 നെർവിനെ കുറിച്ചും ക്ലിയർ ഐഡിയ ഉണ്ടാകും. ചിലപ്പോൾ 7ാമത്തെ നെർവ് ഏതാണ്, 10ാമത്തെ നെർവ് ഏതാണ്, 12ാമത്തെ നെർവ് ഏതാണ്, ട്രോക്ലിയർ നെർവിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഒക്കുലോമോട്ടോറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, വെസ്റ്റിബുലർ കോക്ലിയർ നെർവിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ടോട്ടലി ക്രാനിയൽ നെർവ്സ് 5 മാർക്കിനായിട്ടും ചോദിക്കാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് അനാട്ടമി ക്വസ്റ്റ്യൻ പേപ്പർ. റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാം ആയിരുന്നു. വളരെ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എസ് എ വന്നിട്ട് ഹാർട്ടായിരുന്നു, ലോങ് എസ് എ. എപ്പോഴും എല്ലാവരും നന്നായിട്ട് തറവായിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ 5 മാർക്കിന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സെർബ്രം ഉണ്ടായിരുന്നു, ഹ്യൂമറസ് ഉണ്ടായിരുന്നു, ലാരിങ്സ്. ഇത് 3 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 6 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6ഉം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. റൈറ്റ് ആൻസർ ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾഫാക്ടറി ആണ് കേട്ടോ, എന്നത് പറയാൻ വിട്ടുപോയി. ഓക്കെ, ഓൾഫാക്ടറിയാണ് ഏറ്റവും കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫസ്റ്റ് വരുന്ന ക്രാനിയൽ നെർവ്. അത് കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചത്. ടിഷ്യൂസ്, ബ്ലഡ് വെസൽ സപ്ലൈങ് റെക്ടം, കിഡ്നിയുടെ പാർട്സ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, 75 മാർക്കിൽ 70 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അനാട്ടമി. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന അനാട്ടമി ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കാം, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെ നമ്മളത് ആൻസർ ചെയ്യണം, ഓരോ എസ്സേക്കും എത്ര പേജസ് എഴുതണം എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇത് മാത്രം പോരാ,
10 യൂണിറ്റ് അനാട്ടമിയിലുണ്ട്. ആ 10 യൂണിറ്റ് നിങ്ങൾ തറവായിട്ട് പഠിക്കുക. ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇതിൽ ഏത് ചാപ്റ്റർ ആയിരിക്കും നമുക്ക് സിമ്പിളായിട്ട് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നത്? നത്തിങ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. 10 യൂണിറ്റ്സ് ഉണ്ട്. ആ 10 യൂണിറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം. ഏത് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ചാപ്റ്ററിൽ നിന്നും ഷോർട്ട് എസ്സേ ചോദിക്കാം, ഏത് ചാപ്റ്ററിൽ നിന്നും 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് കോർണറിൽ നിന്നും 1 മാർക്ക് MCQസും ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും തറവായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരുപാട് അനാട്ടമി ഫിസിയോളജി ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരോ അല്ലെങ്കിൽ കണ്ടന്റുകൾ കയ്യിലില്ലാത്തതോ മെറ്റീരിയൽസ് ഇല്ലാത്തവരോ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകളും നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡൗട്ട് ക്ലിയറൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8891112797. എല്ലാത്തിനും ഉപരി വളരെ കുറച്ച് സമയം, 1 മാസം നിങ്ങൾക്ക് ഇനി സമയമുണ്ട്. ഈ 1 മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാം. പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി അടുത്തൊരു സെഷൻ നമ്മുടെ ഫിസിയോളജിയുടെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.